എന്തുകൊണ്ട് നീ കാര്യം എന്നെ നേരത്തെ അറിയിച്ചില്ല? ഞാൻ കൂടെ നീ കല്യാണം നടത്തില്ലായിരുന്നു. അച്ഛനെയും നിന്നെ ഒരുമിച്ച് അറിയിക്കാമെന്ന് കരുതി. കണ്ടോ, അതിന്റെ അർത്ഥം നിനക്ക് എന്നെ വിശ്വാസമില്ല എന്നല്ലേ? ഏയ്, അങ്ങനൊന്നുമല്ല. ചേടാ, അമ്മാവും പഴയ മട്ടുകാരനാ. ആദ്യമൊക്കെ ഒന്ന് ചൂടായെന്ന് വരും, പക്ഷെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ കാര്യങ്ങളൊക്കെ നേരെയാവും. ഏതായാലും അച്ഛനെ ഇപ്പൊ ഈ കാര്യം അറിയിക്കണ്ട. ആ, എന്നൊക്കെ വേണ്ട. ചായ. ഞാൻ ഈ വീടൊന്ന് കണ്ടുപിടിക്കാൻ എത്ര പാടുപെട്ടെന്നറിയാം. ഓഫീസ് ചെന്നപ്പോ ഒരുത്തിനും ഒരു പിടിയില്ല. പിന്നെ നീ എങ്ങനെ കണ്ടുപിടിച്ചു? അത് വലിയൊരു കഥയാണ് അളിയ. ഞാൻ ഓഫീസ് ചെന്നപ്പോൾ അവിടെ പെട്രോൾ അടിച്ച ബില്ല് കണ്ടു. അത് വെച്ച് പങ്ക് കണ്ടുപിടിച്ചു. പിന്നെ ഈ പരിസരം ആകെ ഒന്ന് കറങ്ങി. അവസാനം നമ്മുടെ ബെൻസ് കിടക്കണുണ്ട്. പിന്നെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ബൈ ദ ബൈ, കുട്ടികളുള്ള വീടാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. സുലോചന അറിഞ്ഞാൽ എന്നെ ഫയർ ചെയ്യും. എടാ, ഈ വണ്ടിയിലുണ്ടല്ലോ. എന്തിനാടാ? ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. നല്ല സ്നേഹമുള്ള മനുഷ്യൻ. നമ്പർ 1 ഉഴപ്പനായിരുന്നു. ഇപ്പോഴും അച്ഛന്റെ നോട്ടപ്പുള്ളിയാണ്. ഇവന് കുതിരപ്പന്തയം, ഇവന്റെ ഭാര്യയ്ക്ക് സോഷ്യൽ വർക്ക്. രണ്ടിനും വട്ടാണ്. ഹലോ, സുലോചനയല്ലേ? ആ, സുലോചന. ഇത് ഞാനാ. പിന്നെ നമ്മുടെ പ്രശാന്തൻ ഒരു 2ാം ഘട്ടം നടത്തി നമ്മൾ ആരും അറിയാതെ ആശാൻ സുഖമായി അങ്ങ് കഴിയുക. അതിലൊരു കൊച്ചുകൊണ്ടടി. ഏത് പെണ്ണിനെ? അതൊക്കെ ഞാൻ ബോംബെ വന്നിട്ട് വിശദമായിട്ട് പറയാം. ആ, നീ ഉടനെ അമേരിക്കയിലേക്ക് വിളിച്ച് അമ്മാവനെ വിവരം അറിയിക്കും. അല്പം ഡോസ് കൂട്ടി വിട്ടു. മനസ്സിലായില്ലേ? ശരി, ഉടനെ അറിയിക്കാം. ഏതാടാ ഈ പടം? എന്തിനാടാ വെറുതെ ഇതൊക്കെ വാങ്ങിച്ചത്? ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ടോയ്സ് ഉണ്ട്. എന്നാലും അങ്കിൾ എന്ന നിലയിൽ ഞാൻ ചെയ്യണ്ടേ. മക്കളെവിടെ? ആ, മക്കളെ. അമേരിക്കയിലേക്ക് അയച്ച ഏലക്ക സബ്സ്റ്റാൻഡേർഡ് ആയതിന്റെ കാരണം അച്ഛൻ ചോദിച്ചിരിക്കുന്നു. ബോംബെ വിളിക്കാനല്ലോ അയച്ചത്. നീ വേണം അതിന് മറുപടി പറയാൻ. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബോംബെയിൽ വെച്ചാകാൻ ഒരു ചാൻസും ഇല്ല. ഒരുപക്ഷെ മറ്റേതെങ്കിലും ബോട്ടിൽ വെച്ചാകാം. എക്സ്ക്യൂസ് മീ സാർ, മുതലാളിയുടെ ഒരു ടെലക്സ് മെസ്സേജ് ഉണ്ട്. എന്താ മിസ്റ്റർ പിള്ളേ? സാർ ഉടനെ നേരിട്ട് മുതലാളിയെ കാണണമെന്ന്. അർജന്റ് മാറ്റർ. ഹലോ. ഹലോ, എന്താ ഇത്ര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയാൻ കാര്യം? ആർക്കറിയാം. ബൈ ദ ബൈ, ഞാൻ ഇന്ന് വൈകിട്ടുള്ള ബോംബെ ഫ്ലൈറ്റിന് പോവുകയാണ്. ഞാനിവിടെ വന്ന കാര്യം അമ്മാവൻ അറിയണ്ടോട്ടെ. പിന്നെ അമ്മാവൻ എന്തിനാ വിളിച്ചതെന്നുള്ള കാര്യം നീ നാളെ തന്നെ എന്നെ വിളിച്ചറിയിക്കണം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടാ. എന്ത് കാര്യത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എന്താ പോരെ? ഞാൻ വരട്ടെ. ബൈ. ഞാൻ നിന്നെ വിളിപ്പിച്ചെന്തിനാണെന്ന് അറിയാമോ? അറിയില്ല. നീ ഏതോ ഒരു പെണ്ണിനെ വിവാഹം ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞു. ശരിയാണോ? ഏത് തറവാട്ടിലെയാണ് ആ പെണ്ണ്? അങ്ങനെ പേരെടുത്ത തറവാട്ടിലൊന്നുമല്ല. പിന്നെ നമ്മുടെ സ്റ്റാറ്റസ് യോജിച്ചതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ എനിക്കനുയോജ്യായ ഭാര്യയാണ്. ഓഹോ, എന്ന് നീ അങ്ങ് തീരുമാനിച്ചു അല്ലേ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാം. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി. നീ അവളെ ഉപേക്ഷിക്കണം. മായ എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. ഒന്ന് നീ മനസ്സിലാക്കണം, എന്റെ മകന്റെ ഭാര്യ ഒരു അനാഥ പെണ്ണായിരിക്കരുത്. അത് നടന്നു കഴിഞ്ഞില്ലേ അച്ഛ? നടത്താൻ കഴിഞ്ഞാൽ അത് വിടർത്താനും കഴിയണം. കനകര തറവാട്ടിലെ ബാരിസ്റ്റർ പണിക്കയുടെ മകളെ ഞാൻ നിനക്ക് വേണ്ടി ആലോചിച്ചിരിക്കുകയാണ്. നീ ഈ ബന്ധം ഉപേക്ഷിക്കണം. ഒരിക്കലുമില്ല അച്ഛ. എനിക്ക് മായയും കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. ഷുവർ. നമ്മുടെ വിവാഹകാര്യത്തെ കുറിച്ച് അച്ഛൻ വല്ലതും ചോദിച്ചോ? ഏയ്,
അച്ഛൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിയുമ്പോൾ പ്രശാന്തേട്ടനോട് വഴക്കിടില്ലേ? ആ, അതപ്പോഴല്ലേ, അന്ന് നോക്കാം. അച്ഛനൊന്ന് വെറുക്കും അല്ലേ? അനാവശ്യമായി നിന്റെ ഒരു സംശയങ്ങള്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീയും കുഞ്ഞും ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. നിങ്ങൾക്കൊരു കുഴപ്പവും വരില്ല. അമ്മാവൻ ഈ കാര്യം നിസ്സാരമാക്കരുത്. നമ്മുടെ എല്ലാ അന്തസ്സും ഈ ഒരു ഒറ്റക്കാരത്തിൽ ചോർന്നു പോകും. സുലോചനയുടെ വീട്ടുകാർക്ക് അമ്മാവനെ പറ്റി എന്തൊരു മതിപ്പാണെന്നോ. ഈ വിവരം അവരൊക്കെ അറിഞ്ഞാൽ ഇത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. അമ്മാവൻ ഒന്ന് മൂളിയാ മതി, ആ നിമിഷം ആ നേഴ്സും കൊച്ചും. അത് വേണ്ട, അത് പ്രശാന്തൽ ദോഷമായി തീരും. ഏതോ ചെറ്റപ്പുരയിൽ ജനിച്ചവൾ, ഹീനജാതിക്കാരി, അതും കഴിക്കെട്ടാൻ നടന്നവൾ. അവളെ നമ്മുടെ കുടുംബത്തിൽ വെച്ച് വാഴിക്കണമെന്നാണോ അമ്മാവൻ പറയുന്നത്? എടാ, ഈ കാര്യത്തിൽ നിന്നേക്കാൾ കൂടുതൽ ദോഷം എനിക്കുണ്ട്. പക്ഷേ എടുത്തു ചാടി ഞാനൊന്നും ചെയ്യില്ല. അവൾ തന്ത്രശാലിയാണ് അമ്മാവ. അമ്മാവന്റെ സ്വത്ത് തട്ടിയെടുക്കാനാണ് അവളുടെ ശ്രമം. സാർ, അച്ഛൻ വല്ല ക്ഷുഭിതനായിരിക്കുകയാണ്. അല്പം വിട്ടുവീഴ്ച കാണിച്ചൂടെ? ഒന്നുകൂടെ ആലോചിക്കുന്നത് നന്നായിരിക്കും. എന്റെ ഭാര്യയും കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. രജിസ്ട്രാർ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ. അറിയാം. ഈ ഭീഷണിക്ക് മുമ്പിൽ ഞാൻ വഴങ്ങില്ല. സാറിന്റെ പേരിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും തിരിച്ചെടുക്കാനുള്ള ഡോക്യുമെന്റ്സ് ആണ്. വസ്തുവകളെല്ലാം പൊയ്ക്കൊള്ളട്ടെ, പക്ഷേ എന്റെ മനസാക്ഷി ഞാൻ ആർക്കും എഴുതി കൊടുക്കില്ല ഷൺമുഖപിള്ളെ. ഇത്രയും വേണോ സാർ? വേണ്ടി വന്നു രാജപ്പ. സാർ, പ്ലീസ് കമ്മിങ്. ഡോക്യുമെന്റ്സ് വായിച്ചു കേൾപ്പിക്കാം. വേണമെന്നില്ല. എന്റെ അച്ഛൻ വായിച്ചു കേട്ടതല്ലേ? അതെ, എവിടെയാ ഒപ്പിടേണ്ടത്? ഒപ്പിട്ടെ. ഇവിടെ ഒരക്ഷരം എതിർത്ത് പറയാനാണ് ഒപ്പിട്ടത്. പിള്ളവനെ വിളിക്കൂ. അച്ഛനെ വിളിച്ചോ? ഞാൻ ചെയ്തത് എന്താണെന്നും എന്തിനാണെന്നും നിനക്ക് മനസ്സിലായോ? അച്ഛൻ എന്റെ പേരിൽ സമ്പാദിച്ചത് ഞാൻ അച്ഛന് തിരിച്ചെഴുതി തന്നു. അല്ല, ഞാൻ ഉണ്ടാക്കിയ മുതൽ അനർഹരായവർക്ക് ലഭിക്കാതിരിക്കാൻ ഞാൻ മുൻകരുതലെടുത്തു. ഞാനും എന്റെ കുട്ടികളും അനർഹരാണോ അച്ഛാ? നിന്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് തിരിച്ചെടുത്തത്. എനിക്കൊരു മകൻ കൂടിയുണ്ട്. അവനും അച്ഛന്റെ പേരക്കുട്ടിയാണ്. അങ്ങനെയൊന്നും എനിക്കില്ല. പക്ഷേ അവൻ എനിക്ക് മകനാണ്. നീ എന്റെ മാനം കാക്കേണ്ടവനാണ്. അത് ഞാൻ ഇതുവരെ നശിപ്പിച്ചിട്ടില്ല, ഇനി നശിപ്പിക്കുകയില്ല. എങ്കിൽ ബാരിസ്റ്റർ പണിക്കർക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ നീ എന്നെ സഹായിക്കണം. ഒരു അനാഥ പെൺകുട്ടിക്ക് ഞാൻ കൊടുത്ത വാക്കിന് അച്ഛൻ വില കൽപ്പിക്കണം. അവൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ കൊടുക്കാം. പണത്തിന് വേണ്ടിയല്ല അവൾ എന്നെ വിവാഹം ചെയ്തത്. അപ്പോൾ നീ എന്നെ അനുസരിക്കില്ല അല്ലേ? അച്ഛൻ ക്ഷമിക്കണം, ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. ഇത്രയും നാൾ അഭിമാനത്തോടെ ഞാൻ ജീവിച്ചു. അതേപോലെ തന്നെ അവസാനിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നിന്റെ മുൻപിൽ വെച്ച് തന്നെ അത് നടക്കട്ടെ. എടാ, എടാ, വിടാൻ. ഞാൻ തടയരുത്. വിടാൻ. എടാ. സാർ, പ്ലീസ് പുറത്തേക്കു. ഇത് വേണ്ടായിരുന്നു മുതലാളി. വേണ്ട രാജപ്പ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. താങ്ക് യു. സുലോചന വന്നിട്ടുണ്ട്. എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. നിനക്കെന്താ ഒരു വല്ലായ്മ? അച്ഛൻ എന്നോട് പ്രതികാരം തീർക്കുകയാണ്. വിശേഷിച്ചപ്പോൾ അച്ഛന്റെ ഓർഡർ വന്നിട്ടുണ്ട്. എന്നെ സ്ഥലം മാറ്റിയിരിക്കുന്നു. ഇത്രേ ഉള്ളോ കാര്യം? എല്ലാ ബ്രാഞ്ചും ഒന്ന് പരിചയപ്പെടണ്ടേ? പിന്നെ ഫാമിലിയുടെ കാര്യമാണെങ്കിൽ അവരെ കൂടി അങ്ങ് കൊണ്ടുപോകണം. ഞാൻ റിസൈൻ ചെയ്താലൊന്ന് ആലോചിക്കുകയാണ്. ചേടാ, നീ ഇത്ര ഭീരുവാണ്? നീ നിന്റെ കമ്പനിയിൽ നിന്ന് രാജിവെക്കുന്നു. ഇതെല്ലാം നിന്റേതല്ലേ? അച്ഛനെ തോൽപ്പിച്ച് രാജിവെക്കുന്നത് ശരിയാണെന്ന് ആരും പറയത്തില്ല. ഐ ക്യാൻ അഡ്വൈസ് യു വൺ തിങ് ഫ്രം മൈ എക്സ്പീരിയൻസ്. അനുസരിച്ചുകൊണ്ട് എതിർക്കുക.
ദാറ്റ് ഈസ് ഓൺലി വേ ടു സക്സസ്. നീ പറയുന്നതും ശരിയാണെന്ന് തോന്നുന്നുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ബൈ ദ വേ, നിന്റെ ഇമിഗ്രേഷൻ പേപ്പേഴ്സ് ശരിയാക്കണ്ടേ? ബോംബെക്ക് പോകുന്നതിന് അതിന്റെ ആവശ്യമില്ലല്ലോ. ബോംബെക്ക്? അതെ, നിനക്ക് വരും. അമ്മാവ, ബോംബെ ഇവിടെ അടുത്തല്ലേ? ഞാൻ ഉദ്ദേശിച്ച സിലോണിലെ ഓഫീസിൽ അയക്കാനാണെന്ന്. ദാറ്റ് ഈസ് മൈ ഡിസിഷൻ. അമ്മാവ, അതുകൊണ്ട് വേണ്ടത്ര പ്രയോജനം ഉണ്ടാവുന്നു എനിക്ക് തോന്നുന്നില്ല. നെവർ മൈൻഡ് മൈ ബോയ്. സിലോണിലെ അന്തരീക്ഷം ഇപ്പോൾ അത്ര നല്ലതല്ല. അവൻ ബോംബെയിൽ ചാർജ് എടുത്താൽ നീ എന്റെ അടുത്തുണ്ടാവും. അപ്പൊ ജിത്തുവിന് പഠിത്തം? അവന് ഊട്ടിയിൽ ഏതെങ്കിലും പബ്ലിക് സ്കൂളിൽ അഡ്മിഷൻ വാങ്ങാം. എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാൾ എന്റെ കൂടെ ഉണ്ടായിരിക്കണം. ആൻഡ് ഐ തിങ്ക് യു ആർ ദി മോസ്റ്റ് ആപ്റ്റ് പേഴ്സൺ ഫോർ ദാറ്റ്. സോ യു മസ്റ്റ് ബി വിത്ത് മീ. താങ്ക് യു അമ്മാവ. കൊഴുന്നല്ലോ, നീ വന്നേ. എന്റെ ജോലി പോകുമെന്ന് മാത്രമല്ല, ഒരു 15 ലക്ഷം രൂപയെങ്കിലും ഞാൻ ഉടനെ ഉണ്ടാക്കണം. അത്രയുണ്ടോ? അത്രയും ഉണ്ടോന്നോ? നീ ഒരു ഒറ്റ കാരണമാ. ഞാൻ കാരണമൊന്നോ? നിങ്ങൾ കുതിരപ്പന്തി കളഞ്ഞതല്ലേ? അയ്യടാ, അയ്യോ, നിന്റെ ഇത് പോപ്പ് തന്നെ മ്യൂസിക്കും ഫാഷൻ പരേഡും ഡോഗ് ഷോയും ഡൊണേഷനും ഇതെല്ലാം എവിടുന്ന് പറ്റുന്ന അടി? നശിച്ചു. ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ക്യാഷ് ബാലൻസ് ഏൽപ്പിക്കണം. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? പ്രശാന്തിനെ ഒന്ന് സ്വാധീനിച്ചാലോ? പ്രശാന്തന്റെ കാര്യം പിടിച്ചിട്ട് കാര്യമില്ല. ഓഡിറ്റ് റിപ്പോർട്ട് അയക്കാതിരിക്കാൻ പറ്റും. ലക്ഷക്കണക്കിന് രൂപ അഡ്വാൻസ് വാങ്ങിന്റെ ക്യാഷ് റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കണക്ക് കൊള്ളിച്ചിട്ടില്ല. എങ്കിൽ എങ്ങനെയും പ്രശാന്തൻ അങ്ങോട്ട് പോകുന്നു തടയണം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ. പക്ഷെ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല. അവിടുത്തെ ആ മോഡല്ലേ കൊച്ചിയിൽ കിട്ടുമോ? ഞാൻ എങ്ങനെ സമയം കഴിക്കും? അയ്യോ, നിനക്ക് വിലസാഞ്ഞിട്ട്. എടി, ഇതെന്നെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നീ എന്തിനാ വിഷമിക്കുന്നത്? ബോംബെ ചെന്നാൽ ഉടനെ ഞാൻ നല്ലൊരു ഫ്ലാറ്റ് സംഘടിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് മാറാം. പ്രശാന്തേട്ടനില്ലാതെ ഞങ്ങൾ എങ്ങനെ കഴിയും? എല്ലാം ഞാൻ ജയരാജനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അവൻ ആഴ്ചതോറും ഇവിടെ വന്ന് വിവരങ്ങൾ അന്വേഷിക്കും. പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അവൻ എന്നെ വിളിച്ചു പറയും. എന്താ പോരെ? ഡാഡി ഡാഡി ഞാനും പറ്റ ഡാഡി, ഞാനും വരാ ഡാഡി. ഡാഡി ഒരു വിമാനം സംഘടിപ്പിച്ച് എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോവാം. കരയാതെ മായ, നീ കരഞ്ഞ കുട്ടികൾ വിഷമിക്കില്ലേ? മുമ്പാ ഡാഡി പോട്ടെ. ഉമ്മതാ.